Hello, in this section we are discussing about the currents of Atlantic Ocean. Ocean currents. Ocean currents എന്ന് പറയുന്നത് എർത്ത് സർഫസിൽ സ്ട്രീംസ് അല്ലെങ്കിൽ റിവേഴ്സ് ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിൽ പോകുന്നത് പോലെ ഓഷനകത്ത് എനോമസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഒരു ഫിക്സഡ് ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുന്നതിനെയാണ് ഓഷൻ കറൻസ് എന്ന് പറയുന്നത്. ഓഷൻ കറൻസ് വിൻഡിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ടൈഡ്സിന്റെ സഹായത്തോടു കൂടിയോ ഡെൻസിറ്റി ഡിഫറൻസിന്റെ സഹായത്തോടു കൂടിയൊക്കെ ആയിരിക്കാം ഉണ്ടാവുന്നത്. മറ്റേത് ഓഷനിലെ പോലെ തന്നെയും അറ്റ്ലാന്റിക് ഓഷനിലെ ഓഷൻ കറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിവെയിലിംഗ് വിൻഡ്സ് ആണ്, പ്രത്യേകിച്ച് ട്രേഡ് വിൻഡ്സ്. അപ്പോൾ ഇക്വറ്റോറിയൽ കറൻസ് എന്ന് പറയുന്നത് ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് ഒഴുകുന്ന കറണ്ടാണ്. അത് പസഫിക് ഓഷനിലും ഇന്ത്യൻ ഓഷനിലും അറ്റ്ലാന്റിക് ഓഷനിലും കണ്ടുവരുന്നുണ്ട്. ഇക്വറ്റോറിയൽ കറൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, ഇക്വറ്റോറിയൽ കറണ്ടും കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ടും. വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ മൂവ്മെന്റ് എങ്കിൽ അതിനെ കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് വിളിക്കുന്നു. അതേസമയം ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് വിളിക്കുന്നു. അത്തരത്തിൽ 3 കറണ്ട്സ് ആണ് അറ്റ്ലാന്റിക് ഓഷനിലുള്ളത്: നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. ഇത്തരത്തിലുള്ള ഈ കറണ്ട്സ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എർത്തിന്റെ റൊട്ടേഷനും കൊറിയോലിസിസ് ഫോഴ്സും അതുപോലെ തന്നെ ഓഷ്യാനിക് വാട്ടറിന്റെ ഒരു ഇനേർഷ്യ. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആഫ്രിക്കൻ കോസ്റ്റുകളിലെ അകത്തുനിന്ന് കോൾഡ് വാട്ടർ അപ്വെൽ ചെയ്യുന്നതിന്റെ ഫലമായിട്ട്. ട്രേഡ് വിൻഡ്സ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് ആണ് പാരലായിട്ടാണ് ഒഴുകുന്നത്. ഇത്തരത്തിൽ പാരലായിട്ട് ഒഴുകുമ്പോൾ അത് ഓഷൻ വാട്ടറിനെയും അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ എർത്തിന്റെ റൊട്ടേഷൻ കാരണം വാട്ടർ വെസ്റ്റ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യും. അത് കോണ്ടിനെന്റ്സിന്റെ ഈസ്റ്റേൺ മാർജിനിൽ അല്ലെങ്കിൽ ഓഷൻസിന്റെ വെസ്റ്റേൺ മാർജിനിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫലമായിട്ടാണ് ഇക്വറ്റോറിയൽ കറണ്ട്സ് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ കറണ്ട് എന്ന് പറയുന്നത് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ആണ്. അതൊരു വാം കറണ്ട് ആണ്. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് നോക്കാം. ഇതാണ് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. ഇത് ഫോം ചെയ്യുന്നത് ഇക്വേറ്ററിനും 10 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ആ ഭാഗത്ത് കോൾഡ് വാട്ടർ അപ്വെൽ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു കറണ്ട് ഉണ്ടായിട്ടുള്ളത്. അതായത് ശക്തമായിട്ട് വിൻഡ് അടിക്കുന്ന സമയത്ത് മുകളിലുള്ള വാം വാട്ടർ പോവുകയും താഴെ നിന്നുള്ള കോൾഡ് വാട്ടർ മുകളിൽ അപ്വെൽ ചെയ്ത് എത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ അപ്വെൽ ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള കറണ്ടാണ് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് തൊട്ട് വെസ്റ്റ് വരെയുള്ള ഡയറക്ഷനാണ്. ഇനി അത് നോർത്തിൽ ഇവിടെ അറ്റ്ലാന്റിക് ഓഷൻ ആയതുകൊണ്ട് തന്നെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് കാണാൻ സാധിക്കും. ആ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൽ 15 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് എത്തുന്ന സമയത്ത് ഈ ഒരു വാം കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതിൽ ഒരു കറണ്ട് എന്ന് പറയുന്നത് ബ്രസീലിന്റെ ഈസ്റ്റ് കോസ്റ്റിൽ കൂടെ ആൻഡലസ് കറണ്ട് ആയിട്ട് ഒഴുകുന്നു. ഇവിടെ കാണാൻ സാധിക്കും ആൻഡലസ് കറണ്ട്. രണ്ടാമത്തെ കറണ്ട് അതുപോലെ തന്നെ ഒരു സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ ഭാഗത്തൂടെ കരീബിയൻ സിസ്റ്റം അല്ലെങ്കിൽ കരീബിയൻ കറണ്ട് ആയിട്ടും ഒഴുകുന്നു. രണ്ടാമത്തെ കറണ്ട് എന്ന് പറയുന്നത് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ആണ്. അതും ഒരു വാം കറണ്ട് ആണ്. സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇക്വേറ്ററിനും 20 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിലാണ്. അതും വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ആഫ്രിക്ക തൊട്ട് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക വരെയാണ് ഒഴുകുന്നത്. ഇനി ഈ ഒരു കറണ്ട് ബ്രസീൽ എത്തുമ്പോൾ അത് 2 ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതിൽ ഒരു ബ്രാഞ്ച് നേരെ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടുമായിട്ട് ട്രിനിഡാഡ് എന്ന് പറയുന്ന പ്ലേസിലെത്തുമ്പോൾ മെർജ് ചെയ്യുന്നുണ്ട്. ഇനി സൗത്തിലോട്ടുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിന് പാരലായിട്ട് ഒഴുകുന്നു. കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടിനും സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടിനും ഇടയിൽ ഒഴുകുന്ന കറണ്ടാണ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ ഒഴുകുന്ന കറണ്ടാണ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടിൽ നിന്നും നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടിലുമുള്ള വാട്ടർ ഇവിടെ പൈലപ്പ് ചെയ്യും. അത് ടേൺ ചെയ്ത് ഒഴുകുന്ന കറണ്ടാണ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. ഇനി ഈസ്റ്റേൺ ഭാഗത്തെത്തുമ്പോൾ ഈ ഒരു കറണ്ട് വളരെ സ്ട്രോങ് ആവുകയും ഗിനിയയുടെ കോസ്റ്റിൽ കൂടെ ഒഴുകുകയും ചെയ്യും. അവിടെ അതിനെ വിളിക്കുന്ന പേര് ഗിനിയ സ്ട്രീം എന്നാണ്. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടിന്റെയും സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടിന്റെയും അപേക്ഷിച്ച് വളരെയധികം ടെമ്പറേച്ചർ ഉള്ള ഒരു കറണ്ടാണ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. ഡെൻസിറ്റി വളരെ കുറവാണ്. ഗൾഫ് സ്ട്രീം. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു വാം കറണ്ട് സിസ്റ്റമാണ്.
കറൻസിനെ നമ്മൾ അതിൻ്റെ വെലോസിറ്റി ഡെൻസിറ്റി ഒക്കെ ബേസ് ചെയ്ത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഏറ്റവും വെലോസിറ്റി കുറഞ്ഞ കറൻസിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നു. മീഡിയം കാറ്റഗറിയിലുള്ളതിനെ കറൻസ് എന്ന് വിളിക്കുന്നു. അതേസമയം ഒത്തിരി ഏരിയ മിക്കവാറും ഒരു കോണ്ടിനെൻ്റ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴുകുന്നതിനെ നമ്മൾ സ്ട്രീംസ് എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിലൊരു കറണ്ടാണ് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് സെവറൽ കറൻസിൻ്റെ ഒരു സിസ്റ്റമാണ്. ഇത് ഒറിജിൻ ചെയ്യുന്നത് മെക്സിക്കൻ ഗൾഫിനടുത്ത് നിന്നാണ്. അതുകൊണ്ടാണ് അതിനെ ഗൾഫ് സ്ട്രീം എന്ന് വിളിക്കുന്നത്. 20 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിന് അടുത്ത് മെക്സിക്കൻ ഗൾഫിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേർലി ഡയറക്ഷൻ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേർലി മൂവ്മെന്റ് ആണുള്ളത്. അത് മൂവ് ചെയ്യുന്നത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക തൊട്ട് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് യൂറോപ്പ് വരെയാണ്. ഏതാണ്ട് 70 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. തുടങ്ങിയത് 20 ഡിഗ്രി നോർത്താണ്, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 70 ഡിഗ്രി നോർത്ത് വരെയാണ്. അപ്പോൾ അത്രത്തോളം വാസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. ഇനി ഗൾഫ് സ്ട്രീമിൽ പ്രധാനമായിട്ട് 3 കറൻസ് ആണുള്ളത്. ഫ്ലോറിഡ കറന്റ്, ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് റിഫ്റ്റ്. ഇതിൽ ഫ്ലോറിഡ എന്ന് പറയുന്നത് ഒറിജിൻ ചെയ്യുന്നത് ഫ്ലോറിഡ സ്ട്രെയിറ്റിലാണ്. അത് കേപ്പ് ഹാട്രസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനി ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന മെയിൻ സ്ട്രീം ഒറിജിൻ ചെയ്യുന്നത് കേപ്പ് ഹാട്രസ് തൊട്ട് ഗ്രാൻഡ് ബാങ്ക് വരെയാണ്. ഇനി ഗ്രാൻഡ് ബാങ്ക് തൊട്ട് വെസ്റ്റേൺ യൂറോപ്പ് വരെ പോകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. ഈ ഗൾഫ് സ്ട്രീമും നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റും പോൾസിൽ വാം ഇക്വറ്റോറിയൽ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് പറഞ്ഞ സമയത്ത് ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്ന ആൻഡലസ് കറണ്ട്. ഈ ആൻഡലസ് കറണ്ട് പിന്നെ ഒഴുകി വരുന്ന കറണ്ട് ആയിട്ട് മാറുന്നതാണ്. അതായത് ഫ്ലോറിഡ കറണ്ട് ആയിട്ടാണ് പിന്നീട് ആൻഡലസ് കറണ്ട് ഒഴുകുന്നത്. പിന്നെ ഈ ഫ്ലോറിഡ കറണ്ടിൽ നിന്നാണ് പിന്നീട് ഗൾഫ് സ്ട്രീമും പോകുന്നത്. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് അത് ബ്രസീലിന് മുകളിലെത്തുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുമെന്ന് പറഞ്ഞു. അതിലൊന്നാണ് ആൻഡലസ്. ആൻഡലസ് ഫ്ലോറിഡ സ്ട്രെയിറ്റ് വഴി പോകുമ്പോൾ അതിനെ നമ്മൾ ഫ്ലോറിഡ കറണ്ട് എന്ന് വിളിക്കുന്നു. അത് കേപ്പ് ഹാട്രസ് വരെയാണ് ഫ്ലോറിഡ കറണ്ട് പോകുന്നത്. കേപ്പ് ഹാട്രസ് തൊട്ട് ഗ്രാൻഡ് ബാങ്ക് വരെ അതിനെ ഗൾഫ് സ്ട്രീം എന്ന് വിളിക്കുന്നു. ഗ്രാൻഡ് ബാങ്ക് കഴിഞ്ഞിട്ട് ഒരു വെസ്റ്റേൺ യൂറോപ്പ് വരെ അതിനെ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയും സിസ്റ്റത്തിനെയാണ്, ഈ 3 കറൻസും കൂടി ചേർത്താണ് നമ്മൾ അതിനെ ഗൾഫ് സ്ട്രീം എന്ന് വിളിക്കുന്നത്. കാനറി കറണ്ട്. കാനറി കറണ്ട് എന്ന് പറഞ്ഞൊരു കോൾ കറണ്ടാണ്. ഈ കോൾ കറണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ, അതായത് പോളാർ റീജിയൻസിലുള്ള കോൾ കറണ്ട്സ് ഇക്വറ്റോറിയൽ റീജിയൻസിലോട്ട് ബ്രിങ് ചെയ്യുന്ന ഒരു കറണ്ടാണ് കാനറി കറണ്ട് എന്ന് പറയുന്നത്. ശരിക്കും നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അത് തിരിഞ്ഞു വരുന്ന ഒരു കറണ്ടാണ് കാനറി കറണ്ട്സ് എന്ന് പറയുന്നത്. കാനറി കറണ്ട്സ് സ്പാനിഷ് കോസ്റ്റ് തൊട്ടാണ് തുടങ്ങുന്നത്. ഈ ഒരു കറണ്ടിൻ്റെ പ്രത്യേകത വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് ആഫ്രിക്ക, അതായത് ഈ ഭാഗത്തിൻ്റെ ടെമ്പറേച്ചർ വളരെയധികം കുറയ്ക്കാൻ വേണ്ടി ഈ കറണ്ട് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മദേര മുതൽ കേപ്പ് വെർഡെ വരെയുള്ള പ്രദേശത്തെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ കാനറി കറണ്ട് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 8 to 13 nautical miles per day ആണ്. ലാബ്രഡോർ കറണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ലാബ്രഡോർ കറണ്ട്. ലാബ്രഡോർ കറണ്ട് എന്ന് പറയുന്നത് ഒരു കോൾഡ് കറണ്ട് ആണ്. ഇത് ഒറിജിൻ ചെയ്യുന്നത് ബഫിൻ ബേക്കും ഡേവിഡ് സ്ട്രൈറ്റിനും ഇടയിലുള്ള ഒരു കോസ്റ്റിലാണ്. അതായത് ഗ്രീൻലാൻഡിൻ്റെ ഒരു കോസ്റ്റിലാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. എന്നിട്ട് അത് ഫ്ലോ ചെയ്യുന്നത് ന്യൂ ഫൗണ്ട്ലാൻഡിലും ഗ്രാൻഡ് ബാങ്ക്സിലുമാണ്. ഈ ഒരു കറണ്ടിൻ്റെ പ്രത്യേകത പോളർ റീജിയൻസിലുള്ള ഐസ്ബർഗ്സ് അറ്റ്ലാന്റിക് ഓഷനിൽ കൊണ്ടുവരുന്ന ഒരു കറണ്ടാണ് ലാബ്രഡോർ കറണ്ട്. ഇത്തരത്തിൽ ഐസ്ബർഗ്സ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അത് ഓഷൻ നാവിഗേഷൻ ഒരു ഹിൻഡ്രൻസ് ആണ് ഈ കറണ്ട് ഉണ്ടാക്കുന്നത്. ഇനി 50 ഡിഗ്രി വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എത്തുന്ന സമയത്ത് ഈ ലാബ്രഡോർ കറണ്ട് ഗൾഫ് സ്ട്രീമോട്ട് മെർജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മെർജ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ മെർജ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡെൻസ് ഫോഗ്സ് ഉണ്ടാകുകയും അതും ഓഷൻ നാവിഗേഷന് ഹിൻഡ്രൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ബ്രസീൽ കറണ്ട് ഒരു വാം കറണ്ടാണ് ബ്രസീൽ കറണ്ട് എന്ന് പറയുന്നത്. സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ബ്രസീലിയൻ കോസ്റ്റിലെത്തുമ്പോൾ കൃത്യമായ സ്ഥലം പറയുകയാണെങ്കിൽ കേപ്പ് സൗ റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ നോർത്ത് ഈസ്റ്റ് ബ്രസീലിലെത്തുമ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രാഞ്ച് നോർത്തിലോട്ട് തന്നെ ഒഴുകുന്നുണ്ട്, ഒരു ബ്രാഞ്ച് സൗത്തിലോട്ട്, പ്രത്യേകിച്ച് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്കയിൽ കൂടെ ഒഴുകുന്നുണ്ട്. ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ബ്രസീലിയൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു ഹൈലി സലൈൻ ആയിട്ടുള്ള കറണ്ടാണ് ബ്രസീലിയൻ കറണ്ട് എന്ന് പറയുന്നത്. ഇത് 40 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് വരെയാണ് ഒഴുകുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും വെസ്റ്റേർലീസിന്റെ
സഹായത്തോടു കൂടെ ഇത് ഈസ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. അത് റൊട്ടേഷൻ ഓഫ് എർത്ത് കാരണവും കൊറിയോലിസ് ഫോഴ്സിന്റെ ഒക്കെ ഇഫക്റ്റ് കാരണവും അത് ഈസ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഫാക്ലാൻഡ് കറണ്ട് ആയിട്ട് മെർജ് ചെയ്യുകയാണ്. 48 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് എത്തുമ്പോൾ ഒരു കോൾഡ് കറണ്ട് ആയിട്ടുള്ള ഫാക്ലാൻഡ് കറണ്ടുമായിട്ട് മെർജ് ചെയ്ത് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഫാക്ലാൻഡ് കറണ്ട് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ബ്രസീൽ കറണ്ട് ഫൈനലി മെർജ് ചെയ്ത് ഒഴുകുന്ന ഒരു കോൾഡ് കറണ്ട് ആണ് ഫാക്ലാൻഡ് കറണ്ട്. ഫാക്ലാൻഡ് കറണ്ട് പ്രത്യേകത ഇതിനുള്ള കോൾഡ് വാട്ടർ വരുന്നത് തൊട്ട് താഴെയുള്ള അന്റാർട്ടിക് ഓഷൻ അല്ലെങ്കിൽ അന്റാർട്ടിക് സീയിൽ നിന്നാണ്. ഈ ഒരു ഫാക്ലാൻഡ് കറണ്ട് പ്രത്യേകത ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആണ്. ഇത് ഒഴുകുന്നത് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്കയാണ് അപ് ടു അർജന്റീന വരെ. ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കറണ്ടാണ് ഫാക്ലാൻഡ് കറണ്ട് എന്ന് പറയുന്നത്. ഏതാണ്ട് 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് വരെ ഒഴുകുന്ന കറണ്ടാണ് ഫാക്ലാൻഡ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി സൗത്ത് അമേരിക്കൻ കോസ്റ്റിൽ അന്റാർട്ടിക് റീജിയനിലുള്ള ഐസ്ബർഗ്സിന് എത്തിക്കുന്ന ഒരു കറണ്ട് കൂടിയാണ് ഫാക്ലാൻഡ് കറണ്ട്. സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേർലിസ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്. ബ്രസീലിയൻ കറണ്ട് 40 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ എത്തുമ്പോൾ വെസ്റ്റേർലിസിന്റെ സഹായത്തോടുകൂടി ഈസ്റ്റേൺ ഡയറക്ഷനിൽ ഒഴുകുമെന്ന് പറഞ്ഞു. ആ ഒരു കറണ്ടാണ് സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേർലിസ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ അന്റാർട്ടിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ബ്രസീലിയൻ കറണ്ട് വെസ്റ്റേർലിസിന്റെ സഹായത്തോടു കൂടെ ഒഴുകുന്നതുകൊണ്ടാണ് അതിനെ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതൊരു കോൾഡ് കറണ്ട് ആണ്. ബെങ്ക്വേല കറണ്ട്. ബെങ്ക്വേല കറണ്ട് എന്ന് പറയുന്നതും ഒരു കോൾഡ് കറണ്ട് ആണ്. ഈ ബെങ്ക്വേല കറണ്ട് എന്ന് പറയുന്നത് ശരിക്കും സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. ഈ സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആഫ്രിക്കയുടെ സദേൺ ടിപ്പിൽ എത്തുന്ന സമയത്ത് അത് ബൈഫർക്കേറ്റ് ചെയ്യും. ഒരു ബ്രാഞ്ച് ആഫ്രിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൽ കൂടെ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൽ കൂടെ ഒഴുകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ബെങ്ക്വേല കറണ്ട് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ബെങ്ക്വേല കറണ്ട് ഫൈനലി സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടുമായിട്ട് മെർജ് ചെയ്ത് ഒഴുകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അറ്റ്ലാന്റിക് ഓഷനിലെ കറണ്ട്സിനെ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ആണ്. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ ഒഴുകുന്ന വാം കറണ്ട് ആണ്. 0 to 10 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനിടയിൽ ഒഴുകുന്നു. അത് സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ ഭാഗം എത്തുമ്പോൾ ഒരു ബൈഫർക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് കരീബിയൻ കറണ്ട് ആയിട്ടും രണ്ടാമത് ആൻഡലസ് കറണ്ട് ആണ്. ഈ ആൻഡലസ് കറണ്ട് തന്നെ ഫ്ലോറിഡ സ്ട്രേറ്റ് വരെ എത്തുമ്പോൾ അത് ഫ്ലോറിഡ കറണ്ട് ആയിട്ട് മാറുന്നു. അത് കേപ്പ് ഹേട്രസ് തൊട്ട് ഗ്രാൻഡ് ബാങ്ക് വരെ എത്തുമ്പോൾ അതിനെ ഗൾഫ് സ്ട്രീം ആയിട്ട് മാറുന്നു. ഗ്രാൻഡ് ബാങ്ക് കഴിയുമ്പോൾ അത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആയിട്ട് ഒഴുകുന്നു. ഇനി ഗൾഫ് സ്ട്രീം തന്നെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അസോറസ് കറണ്ട് ആയിട്ട് പോകുന്നുമുണ്ട്. ഈ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ അസോറസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് കോൾഡ് കാനറി കറണ്ട് എന്ന് പറയുന്നത്. കോൾഡ് കാനറി കറണ്ട് ഫൈനലി നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടുമായിട്ട് മെർജ് ചെയ്യുന്നു. ഇനി ആർട്ടിക് ഓഷനിലെ ഐസ്ബർഗ്സിനെ അറ്റ്ലാന്റിക് ഓഷനിൽ എത്തിക്കുന്ന ഒരു കറണ്ടാണ് ലാബ്രഡോർ കറണ്ട്. പോളാർ റീജിയൻസിൽ നിന്നുള്ള ഒറിജിൻ ചെയ്യുന്ന ഒരു കറണ്ടാണ് ലാബ്രഡോർ കറണ്ട്. അതുപോലെ ഹൈ ലാറ്റിറ്റ്യൂഡിൽ നിന്നുള്ള കോൾഡ് വാട്ടറിനെ വാം ആയിട്ടുള്ള ആഫ്രിക്കയുടെ കോസ്റ്റിൽ എത്തിക്കുന്ന കറണ്ടാണ് കാനറി കറണ്ട്. അത് വെസ്റ്റ് ആഫ്രിക്കൻ ഭാഗങ്ങളൊക്കെ തണുപ്പിക്കുന്ന ഒരു കറണ്ടാണ് കാനറി കറണ്ട്. ഇനി സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പറയുന്നത് വാം കറണ്ടാണ്. ഇക്വേറ്ററിനും 20 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനിടയിൽ കാണപ്പെടുന്ന കറണ്ടാണ് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. അതിന്റെ ഡയറക്ഷനും ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനാണ്. അതും ബ്രസീലിന്റെ ഭാഗം എത്തുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഗുയാന എന്ന് പറയുന്ന ഒരു പ്രദേശത്തോട് ഒഴുകുന്നത് കൊണ്ട് തന്നെ അതിനെ ഗുയാന കറണ്ട് എന്ന് വിളിക്കുന്നു. മറ്റൊന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് സൗത്തിലോട്ട് ബ്രസീലിയൻ വാം കറണ്ട് ആയിട്ട് ഒഴുകുന്നു. ഈ ബ്രസീലിയൻ വാം കറണ്ട് വെസ്റ്റേർലിസിന്റെ ഇൻഫ്ലുവൻസോട് കൂടെ 40 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ എത്തുമ്പോൾ ഈസ്റ്റേൺ ഭാഗത്തോട്ടു കൂടെ ഒഴുകുന്നു. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ട് ഒഴുകുന്നു. അതിനെ സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നു. മറ്റൊരു കറണ്ട് ബ്രസീലിയൻ കറണ്ടുമായിട്ട് മെർജ് ചെയ്യുന്നത് ഫാക്ലാൻഡ് കറണ്ട് ആണ്. അന്റാർട്ടിക്കയിൽ നിന്നുള്ള ഐസ്ബർഗ്സിനെ സൗത്ത് അമേരിക്കൻ കോസ്റ്റിൽ കൊണ്ടുവരുന്ന ഒരു കറണ്ടാണ് ഫാക്ലാൻഡ് എന്ന് പറയുന്ന ഒരു കോൾഡ് കറണ്ട്. അതുപോലെ സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കോൾഡ് കറണ്ട് ആഫ്രിക്കയുടെ മുൻപ് എത്തുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ആവുകയും അത് നോർത്തിലോട്ട് ഒഴുകുകയും ചെയ്യുന്ന കറണ്ടാണ് ബെങ്ക്വേല കറണ്ട് എന്ന് പറയുന്നത്. ഇനി നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടിനും സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടിനും ഇടയിലായിട്ട് ഒഴുകുന്ന കറണ്ടാണ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഇനി കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ കറണ്ടാണ് ഗുനിയ കറണ്ട് എന്ന് പറയുന്നത്. ഈ ഗുനിയ കറണ്ട് ആഫ്രിക്കയുടെ ഗുനിയ കോസ്റ്റിൽ കൂടിയാണ് ഒഴുകുന്നത്.
അപ്പോൾ ഇത്രയുമാണ് അറ്റ്ലാന്റിക് ഓഷ്യനിലെ മേജർ കറന്റ്സ് എന്ന് പറയുന്നത്. സർഗാസോ സീ. സീയുടെ ഡെഫിനിഷനിൽ പറയുന്നത് ലാൻഡുമായിട്ട് കണക്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഓഷ്യനിക് ബോഡിയാണ് സീ. പക്ഷേ ലാൻഡുമായിട്ട് യാതൊരു വിധത്തിലൊരു ബന്ധവുമില്ലാത്ത ഒരേ ഒരു സീ ആണ് സർഗാസോ സീ. അറ്റ്ലാന്റിക് ഓഷ്യനകത്ത് മാത്രം കാണപ്പെടുന്ന എൻറ്റയർലി ലാൻഡ് ലോക്ക്ഡ് ഇല്ലാത്ത കംപ്ലീറ്റ്ലി വാട്ടർ ആയിട്ടുള്ള ഒരു സീ ആണ് സർഗാസോ സീ. സർഗാസോ സീക്ക് ഒരു പേര് വരാൻ കാരണമെന്ന് പറയുന്നത് അവിടെ കണ്ടുവരുന്ന ഒരു വീടാണ്, ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് സീ വീട്. സർഗാസം എന്ന് പറയുന്ന ഒരു വീടിൽ നിന്നാണ് സർഗാസോ സീക്ക് ആ പേര് വന്നത്. ഇനി ഇത് നിൽക്കുന്നത്, ഈ സർഗാസോ സീ നിൽക്കുന്നത് നോർത്തേൺ അറ്റ്ലാന്റിക് സബ് ട്രോപ്പിക്കൽ ഗൈറയുടെ ഭാഗത്താണ്. ഒരു ഗൈറ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാർജ് സിസ്റ്റം ഓഫ് റൊട്ടേറ്റിംഗ് ഓഷ്യൻ കറന്റ്സ് driven by wind pattern earth rotation that circulate in a circular motion എന്നാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഓഷ്യൻ കറന്റ്സ് ഒരു സർക്കുലർ മോഷനിൽ, അത് എർത്തിന്റെ റൊട്ടേഷൻ കൊണ്ടാവാം അല്ലെങ്കിൽ വിൻഡിന്റെ പാറ്റേൺ കൊണ്ടാവാം, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഗൈറ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് സബ് ട്രോപ്പിക്കൽ ഗൈറ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സീ ആണ് സർഗാസോ സീ എന്ന് പറയുന്നത്. സർഗാസോ സീയുടെ ഒരു വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് ഗൾഫ് സ്ട്രീം ആണ്. ഇനി അതിന്റെ നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് കറന്റ് ആണ്. അതിന്റെ ഈസ്റ്റേൺ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കോൾഡ് കാനറി കറണ്ടും സദേൺ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഇക്വറ്റോറിയൽ കറണ്ടുമാണ്. ഇനി ഇത്തരത്തിൽ ഇതിന്റെ ബൗണ്ടറി കറണ്ട്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ബൗണ്ടറീസ് അല്ലെങ്കിൽ ബോർഡേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഡൈനാമിക്കും വളരെയധികം ഡ്രഫുമാണ്. ഇതിനടുത്ത് തന്നെയാണ് അസോറസ് ഹൈ പ്രഷർ സോണും സ്ഥിതി ചെയ്യുന്നത്. സർഗാസോ സീ അറ്റ്ലാന്റിക് ഓഷ്യനിൽ മാത്രമായി കാണപ്പെടുന്ന ലാൻഡ് ഏരിയ ഇല്ലാത്ത സീയാണ് സർഗാസോ സീ എന്ന് പറയുന്നത്. അതിനെ ബോർഡർ ചെയ്തിട്ട് ഗൾഫ് സ്ട്രീമും ആൻഡസ് കറണ്ടും നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടും കാനറി അതുപോലെ അസോറസ് കറണ്ടും ഒഴുകുന്നു. ഇത്രയും ഭാഗത്തിനെയാണ് നോർത്ത് അറ്റ്ലാന്റിക് ഗൈറ എന്ന് പറയുന്നത്. കാരണം ഒരു സർക്കുലർ മോഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ കൂടെ കറണ്ട്സ് ഫ്ലോ ചെയ്യുകയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. സർഗാസോ സീയുടെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ഇങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഈ സർഗാസം എന്ന് പറയുന്ന ഒരു വീട് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. എല്ലാ മറൈൻ ഓർഗാനിസത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീടാണ് സർഗാസോ സീ. ഒരു ഗോൾഡൻ അല്ലെങ്കിൽ യെല്ലോയിഷ് കളറിലാണ് കാണപ്പെടുന്നത്.